ആന്റോ ആന്റണി എംപിക്ക് SDPI നേതാക്കൾ മധുരം നൽകുന്ന റീൽ ചർച്ചയാകുന്നു. SDPI സ്ഥാപക ദിനത്തിലായിരുന്നു പത്തനംതിട്ടയിൽ MP ഓഫീസിലെത്തി നേതാക്കൾ മധുരം നൽകിയത്. MP ഓഫീസ് രാഷ്ട്രീയത്തിന് അതീതമാണെന്നും ഏത് പാർട്ടിക്കാർക്കും വരാമെന്നും ആന്റോ ആന്റണി പ്രതികരിച്ചു. ആ പ്രതികരണം കാണും. എന്നെ കാണാൻ വന്നത് എന്റെ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട ആളുകളാണ്. എനിക്ക് വളരെ അടുപ്പമുള്ള ആളുകളാണ്. MP-യുടെ ഓഫീസ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമാണ്. ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കോ പാർട്ടി ഉള്ളവർക്കോ ഇല്ലാത്തവർക്കോ സമൂഹത്തിൽപ്പെട്ടവർക്കോ ഒക്കെ എപ്പോഴും വരാത്ത സ്ഥലമാണ്. SDPയുടെ ആളുകൾ എന്നെ ഒന്ന് കണ്ടു. അവരുടെ പാർട്ടിയുടെ ജനങ്ങളും അവരെനിക്ക് മണ്ഡലത്തിൽ സ്വീകരിച്ചു. നാളെ വീണ്ടും വന്നാൽ വീണ്ടും സ്വീകരിക്കും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊരു വിവാദമാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ടവരാണ്, എന്റെ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ടവരാണ് വന്നത്. അത് അവരെ എന്റെ MP ഓഫീസിൽ സ്വീകരിക്കുന്നതിലോ അവരുടെ മധുരം സ്വീകരിക്കുന്നതിലോ ഒന്നും ഒരു കുഴപ്പമില്ല. KV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, MP ഓഫീസിലെത്തി മധുരം നൽകി അവരത് റീലാക്കി പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നുള്ളതാണ്. നിലവിലെ SDPIയുടെ പിന്തുണ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങൾ ഉയരുന്ന സമയത്ത് കൂടിയാണ് ഇങ്ങനെയൊന്ന് എന്നുള്ളതും ശ്രദ്ധേയമല്ലേ ജയശങ്കർ? അനുജ, കഴിഞ്ഞ 21-നായിരുന്നു SDPയുടെ സ്ഥാപക ദിനം. ഈ ദിവസമാണ് SDPയുടെ ആറന്മുള നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റാഷിദിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ MP ഓഫീസിലെത്തുകയും MPക്ക് ഇത്തരത്തിൽ ലഡു നൽകുകയും ചെയ്തത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഈ SDPI പ്രവർത്തകർ തന്നെയാണ് ചിത്രീകരിക്കുകയും പിന്നീട് അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പും അതിന് പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ഈ വാർത്ത ഇപ്പോൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊപ്പം തന്നെ കോൺഗ്രസ് ഗ്രൂപ്പുകളിലൊക്കെ വലിയ വിവാദമുണ്ടാക്കി മുന്നോട്ട് പോകുന്നത്. ആ വിവാദങ്ങൾക്കിടയിലും NB ഇതുമായി ബന്ധപ്പെട്ട് ആന്റോ ആന്റണി നൽകുന്ന ഒരു വിശദീകരണം, MP-യുടെ ഓഫീസ് അതൊരു പൊതുമിടമാണ്, അവിടെ വന്ന ആളുകൾ പരിചയമുള്ളവരായിരുന്നു. MP-യുടെ ഓഫീസിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏത് രാഷ്ട്രീയക്കാർക്കും ആർക്കും കടന്നു വരാവുന്ന ഒരു ഇടമാണ്. ഇനിയും ഇത്തരത്തിൽ ആളുകൾ വന്നാൽ സ്വീകരിക്കുമെന്നും MP ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പും അതിൽ SDPയുടെ ഉൾപ്പെടെ പിന്തുണ UDF സ്വീകരിച്ചുൾപ്പെടെയുള്ള വിവാദങ്ങൾക്കിടയിലാണ് ഈ ദൃശ്യങ്ങൾ ചർച്ചയാവുന്നത്. പക്ഷേ വിവാദങ്ങൾ MP തള്ളുകയാണ്. വിവാദമാക്കേണ്ട കാര്യമില്ല. MP-യുടെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു പൊതു ഇടം എന്നൊരു നിലപാടാണ് ആന്റോ ആന്റണി MP എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത്. പക്ഷേ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ റീൽ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് ഈ MP ലഡു വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തിയുണ്ട്. പക്ഷേ MP അക്കാര്യങ്ങൾ തള്ളുകയാണ്. എന്തായാലും റീല് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഹിറ്റാണ്. ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ, രാഷ്ട്രീയ ഗ്രൂപ്പുകളിലും സമൂഹ മാധ്യമങ്ങളിൽ എല്ലായിടങ്ങളിലും പലയിടങ്ങളിലും റീല് വൈറലാണെന്ന് തന്നെ പറയാം അനുജ. ആന്റോ ആന്റണി MPയുടെ ഓഫീസിലേക്കാണ് SDPI നേതാക്കൾ എത്തിയത്. 17ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷമായിരുന്നു. ലഡു നൽകുന്നു, അതിനുശേഷം അത് റീലാക്കി പുറത്തിറക്കുന്നു. ഇപ്പോൾ ആന്റോ ആന്റണിയുടെ പ്രതികരണം വരുന്നത് അത് അങ്ങോട്ടേക്ക് ആർക്കും എത്താം, പരിചയമുള്ള ആളുകളാണ്, നാളെയും അവർ വന്നാൽ അവരെ സ്വീകരിക്കും എന്നുള്ളതാണ് ആന്റോ ആന്റണി MPയുടെ നിലപാട്. എന്നാൽ അതിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായമുണ്ട് എന്നതാണ് AV ജയശങ്കർ നൽകിയ വിശദാംശം.